വലിയവിള മാടന്നട ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിനോടനുബന്ധിച്ചുള്ള കൊടിമര ഘോഷയാത്ര സംഘടിപ്പിച്ചു. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ ശ്രീകോവിലുള്ളതും എല്ലാ ദിവസവും ഭക്തജനങ്ങൾ പൊങ്കാല സമർപ്പിക്കുന്നതുമായ ക്ഷേത്രമെന്ന ഖ്യാതി നേടിയ ക്ഷേത്രമായ മയ്യനാട് വലിയവിള മാടന്നട ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിനോടനുബന്ധിച്ചുള്ള കൊടിമര ഘോഷയാത്രയാണ് സംഘടിപ്പിച്ചത്. ജന്മംകുളം പ്രദേശത്തെ ഒരു വീട്ടിൽ നിന്നുമാണ് ഇക്കുറി കൊടിമരത്തിനായുള്ള കവുങ്ങ് നൽകിയത്. ക്ഷേത്രത്തിൽ നിന്നും ചെണ്ടയുടെയും വിളക്കിൻ്റെയും അകമ്പടിയോടുകൂടി ഇവിടെ എത്തുകയും പിന്നീട് ആർപ്പുവിളികളോടെ നിരവധി ആളുകൾ ചേർന്ന് കൊടിമരം തോളിലേറ്റി കൊണ്ടുവരികയായിരുന്നു. തുടർന്ന് ക്ഷേത്രസന്നിധിയിൽ എത്തിച്ചു. ക്ഷേത്രം തന്ത്രി ഇടുക്കി സലിമോൻ തന്ത്രിയുടെയും മേൽശാന്തി വിനീഷ് കട്ടപ്പനയുടെയും നേതൃത്വത്തിൽ നാളെ വൈകിട്ട് തൃക്കൊടിയേറ്റ് കർമ്മം നടക്കും. മാർച്ച് 9-ാം തീയതി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ പൊങ്കാലയും 11-ാം തീയതി ഗജമേളയും കെട്ടുകാഴ്ചയും നടക്കുമെന്ന് ക്ഷേത്രം പ്രസിഡന്റ് ജിനേഷ് ആനന്ദ് പറഞ്ഞു. നമ്മുടെ ക്ഷേത്രത്തിന്റെ ഉത്സവ ആഘോഷങ്ങൾ നാളെ തൊട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്. നാളെയാണ് നമ്മളെ കൊടിയേറ്റ്. 7:28-നും 7:38-നും ഇടയിലുള്ള ശുഭമുഹൂർത്തത്തിലാണ് കൊടിയേറ്റ് നടക്കുന്നത്. അതിനുശേഷം 15 നാളാണ് നമ്മളെ ഉത്സവം ഉള്ളത്. 15 നാൾ ഉത്സവമുള്ള കേരളത്തിലെ തന്നെ അപൂർവ ക്ഷേത്രങ്ങളിലൊന്നാണിത്. ഈ ചൊവ്വാഴ്ച കൊടിയേറി അടുത്ത 2 ചൊവ്വാഴ്ച കഴിയുന്ന മണ്ടക്കാട്ട് കുട ദിവസമാണ് ഉത്സവം വരുന്നത്. ആ ഉത്സവത്തിന് മുമ്പത്തെ ഞായറാഴ്ച, അതായത് മാർച്ച് 9-ന് സമൂഹ ഉത്സവ പൊങ്കൽ നടക്കുന്നതായിരിക്കും. അല്ലാത്ത എല്ലാ ദിവസങ്ങളിലും ഇവിടെ പൊങ്കൽ അർപ്പിക്കാവുന്ന സൗകര്യങ്ങൾ ക്ഷേത്രത്തിൽ ചെയ്തിട്ടുണ്ട്. കൂടാതെ തീവട്ടി തുടങ്ങിയ ഭഗവാന്റെ പ്രധാനപ്പെട്ട വഴിപാടുകളും നടത്താനുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. ഗജരാജ സംഗമം മാർച്ച് 11-ന് കെട്ടുകാഴ്ചയും ഗജരാജ സംഗമവും നടക്കുന്നതാണ്.